അനന്തപുരി FM അല്ലേ? ആണല്ലോ. ആണോ? ആണ്. അനന്തപുരി FM തന്നെ ആണല്ലോ. ആണെന്നേ. എന്താ വിശ്വാസം വരുന്നില്ലേ? ഓ സാറേ, ഞാൻ കഴിഞ്ഞ ആഴ്ചയും വിളിച്ചിരുന്നു. എന്നിട്ട് കിട്ടിയോ? ഓ കിട്ടി, നന്നായിട്ട് കിട്ടി. സ്റ്റേഷൻ എന്ന് മാത്രമേ കേട്ടുള്ളൂ. റേഡിയോ സ്റ്റേഷൻ ആണെന്ന് വിചാരിച്ച് പാട്ട് ചോദിച്ചു. അത് പോലീസ് സ്റ്റേഷൻ ആയിരുന്നു. എന്നിട്ട് പാട്ട് കിട്ടിയോ? പാട്ട് കേട്ട് സാർ. ആ പാട്ടിന്റെ അർത്ഥം പല ഡിക്ഷണറികളിൽ നോക്കിയിട്ടും എനിക്ക് പിടികിട്ടിയില്ല. പേടിക്കണ്ട, ഇത് അനന്തപുരി FM തന്നെയാണ്. വിളിക്കുന്ന ആളുടെ പേര് പറഞ്ഞില്ലല്ലോ. പേര് കാർത്തിക. പഠിക്കുകയാണോ? അതെ, MA-ക്ക്. പിന്നെ എനിക്കൊരു പാട്ട് വേണം. അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നേ. ഡെഡിക്കേഷൻ ഉണ്ട്. പറഞ്ഞോളൂ, ആർക്കൊക്കെയാണ്? എന്റെ അച്ഛൻ ദിവാകരൻ, അമ്മ ശോഭന, അനിയത്തി രശ്മി, അനിയൻ രാകേഷ്, പിന്നെ എന്റെ അമ്മമ്മ കാർത്യായനി, കുഞ്ഞമ്മ രാജമ്മ, വലിയമ്മ രാധമ്മ, കൊച്ചച്ഛൻ പൊന്നച്ഛൻ, വലിയച്ഛൻ രാരിച്ചൻ, പിന്നെ കുഞ്ഞമ്മയുടെ മക്കളായ പിങ്കി, റിങ്കി, രംഗി, മാമി അഭിരാമി, ഞങ്ങളുടെ വടക്ക് വശത്ത് താമസിക്കുന്ന അജി, രജി, സജി, വിജി, തെക്ക് വശത്ത് താമസിക്കുന്ന സോമു, രാമു, ദാമു, അമ്മു, കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന റോണി, ടോണി, ജോണി, സോണി, പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന അപ്പൻ, പപ്പൻ, ഷപ്പൻ, കോളേജിലെ കൂട്ടുകാരായ മീനു, ജാനു, സീനു, ശംഭു, ജംബു, ചിമ്പു, പിന്നെ കമ്പ്യൂട്ടർ സെന്ററിലെ ജോമോൻ, ഡോയ്മോൻ, റോയ്മോൻ. സാർ 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 കേൾക്കുന്നുണ്ടോ? സാർ ഇനിയുണ്ട് സാർ. അവിടെ ആരുമില്ലേ സാർ? ഹലോ ഹലോ സാർ. മയങ്ങിപ്പോയി ഞാൻ, മയങ്ങിപ്പോയി രാവിൻ പിന്നില മഴയിൽ, മയങ്ങിപ്പോയി മയങ്ങിപ്പോയി ഞാൻ, മയങ്ങിപ്പോയി കളിയണിയറയിൽ ഞാൻ, മയങ്ങിപ്പോയി. അനന്തപുരി FM, അനന്തപുരിയുടെ ഹൃദയതാളം.